ല്ല. അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹു നമ്മയും മറന്നുപോകും. അതുകൊണ്ട് അള്ളാഹുവിനെ മറക്കരുത്. അള്ളാഹു തന്ന നിഅമത്താണ്. അള്ളാഹുവിന്റെ കൂടെ നമ്മൾ നിന്നാൽ അള്ളാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഓരോ സെക്കൻഡുകളിലും. അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നിന്ന ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് പറയാനുള്ളത്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. എങ്ങനെ? പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ ഓരോ രാത്രിയിലും നമ്മൾ ഓതാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ രക്ഷയാണ്. ഭാര്യമാരോട് പറയണം, മക്കളോട് പറയണം, മക്കൾക്കിത് പഠിപ്പിക്കണം, ഭാര്യമാർക്കിത് പഠിപ്പിക്കണം, ഭർത്താവ് ഓതണം, നമ്മൾ ഓതണം. എങ്ങനെ ഓതണം? ഇത് ഓതിയാലുള്ള നേട്ടന്മാർക്കും അറിയാഞ്ഞിട്ടില്ല. സൂറത്തുൽ വാഖിഅ ഓതിയാലുള്ള നേട്ടം എന്താ? ദാരിദ്ര്യം ഉണ്ടാവൂല. എല്ലാവർക്കും അറിയാം. ഓതുന്ന ആളെന്ന് ബുക്ക് ഓതുന്ന ആള് ഉഷാറാക്കിയിട്ടുണ്ടല്ലോ. അല്ലാഹു നിലനിർത്തട്ടെ. ഇതെല്ലാവർക്കും അറിയാം. സൂറത്തുൽ വാഖിഅ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവൂല. ദുനിയാവിന്റെ കാര്യമായതുകൊണ്ട് എല്ലാവരും ഓതാണെന്ന് അറിയില്ല. ഇത് സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത എന്താ? ഖബറത് ഓതുന്നാണെന്ന് ബുക്ക്. അതുകൊണ്ട് എല്ലാവരും പ്രവാസികളിൽ നിന്നായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു റെസ്പോൺസ്. നാട്ടിൽ ഈ റെസ്പോൺസ് ഒന്നും കിട്ടാറില്ല. ഇത് രണ്ടും പടച്ചോൻ നൽകുന്ന അള്ളാഹു നമ്മൾ ഓർക്കുന്നതിന്റെ ഒരു രീതികളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സൂറത്തുൽ വാഖിഅ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല. ദുനിയാവ് കിട്ടി. എപ്പോ കിട്ടി? പടച്ചോൻ ഓർത്തപ്പോ അള്ളാഹു ദുനിയാവ് തന്നു. നിങ്ങൾക്ക് സംശയമുണ്ടോ ഇത് ഓതിയിട്ട് എനിക്ക് ദാരിദ്ര്യം ഉണ്ടാവുമെന്ന്? സംശയമുണ്ടോ? ഞാൻ പറയുന്ന വിഷയമല്ല, നിബിത്തങ്ങൾ പറയുന്ന വിഷയമാണ്. എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇത് ഓതുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ വലിയ ധനികൻ എന്ന് പറഞ്ഞാല് വീടിന്റെ മുമ്പിൽ ഒരു BMW ഒരു ഫെറാരിയോ ഒരു മെഴ്സിഡീസ് ബെൻസ് ഇതൊന്നുമല്ല മുതലാളിയുള്ള ലക്ഷണം. മുതലാളി എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നവനാണ് മുതലാളി. അയാൾക്ക് കടമില്ല, അയാൾക്ക് ടെൻഷനില്ല, ഉള്ള സമ്പത്ത്, മക്കളെ പോറ്റുന്നുണ്ട്, വീടുണ്ട്, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. ഇവനാണ് മുതലാളി. വീട്ടിൽ ഒരുപാട് മെഴ്സിഡീസ് ഉണ്ട്. എനിക്ക് എത്രയോ വീടുകൾ അറിയാം. ഓഡിയുണ്ട്, മെഴ്സിഡീസ് ഉണ്ട്, ഇന്നോവ ഉണ്ട്, 4-5 വണ്ടികളൊക്കെ വീട്ടിലുണ്ട്. ജീവിതത്തിൽ സന്തോഷമില്ല. അവനെങ്ങനെ മുതലാളിയാവുക? അവനല്ല മുതലാളി. മുതലാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് എപ്പോഴാണോ ഐശ്വര്യമുള്ളത്, എപ്പോഴാണോ സന്തോഷമുള്ളത്, അവനാണ് മുതലാളി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതദറൂന മൽ ഗിന, ഗിന എന്ന് പറഞ്ഞാൽ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്തെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബാക്കൾ പറഞ്ഞു, പൈസ ദീനാറും ദിർഹമും കുറെ ഉള്ളവരാ മുതലാളി. ഞങ്ങൾ പറഞ്ഞു അതൊന്നുമല്ല. ഗിന നഫ്സ്, മനസ്സിനെപ്പോഴാണോ സന്തോഷമുള്ള ജീവിതം നയിക്കാൻ പറ്റുന്നത്, ടെൻഷനില്ലാത്ത ജീവിതം, ഇവനാണ് മുതലാളി. സൂറത്തുൽ വാഖിഅ ഓതിയാൽ ഒരുപക്ഷെ വീടിന്റെ മുറ്റങ്ങളിൽ വലിയ അമ്പരച്ചുംബികളായ വീടുകളോ ലക്ഷൂറിയസ് വാഹനങ്ങളോ നമ്മൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് വരാം. പക്ഷേ അവന്റെ ജീവിതത്തിൽ നിരാശയുണ്ടാവൂല, അവന്റെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവൂല. സന്തുഷ്ടമായ ജീവിതം അള്ളാഹു നൽകുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മുത്ത് സയ്യിദുനാ റസൂലുള്ളാഹ്. ഞാൻ വിശ്വസിക്കുകയാണ്, അതതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ പുരുഷന്മാരോട്, പ്രവാസികളായ സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഭാര്യമാരിവിടെ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഭാര്യമാര് നാട്ടിലാവട്ടെ, ഇവിടെയാവട്ടെ, നമ്മളത് നമ്മുടെ വീടുകളിൽ കൃത്യമായി ഓതാൻ തുടങ്ങിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഇതിൽ സംശയമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കേണ്ട ആവശ്യവുമില്ല, പോവാം. അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഈമാൻ തന്നെ പ്രശ്നം. ദുനിയാവ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ ഓതിയാൽ അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇനി ആഖിറം കിട്ടാൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. ഇത് അറിയാത്തവരില്ലല്ലോ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിൽ അദാബ് ഉണ്ടാവൂല. ഹിയൽ മുൻജിയ, ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് എല്ലാവർക്കും പേടിയുള്ള ആദ്യത്തെ ലോകം അത് ഖബറാണ്. ബർസഖ് തുടങ്ങുന്നത് ഖബറിൽ നിന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുന്നതെല്ലാം നമ്മൾക്കറിയാം. അതിന് കാരണം ഖബർ രക്ഷപ്പെട്ടാലേ ശേഷമുള്ള ലോകം രക്ഷപ്പെടുകയുള്ളൂ. ഖബർ രക്ഷപ്പെട്ട ഒരു ടെൻഷനില്ല. നിങ്ങൾക്ക് നരകം പേടിക്കണ്ട, സിറാത്ത് പേടിക്കണ്ട, ഹിസാബ് പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഖബർ രക്ഷപ്പെട്ട ശേഷമുള്ളതൊക്കെ രക്ഷപ്പെട്ടു. ഖബറെങ്ങാനും തോറ്റുപോയാൽ
ഹിസാബ് പേടിക്കണം, സിറാത്ത് പേടിക്കണം, നരകം പേടിക്കണം. അതുകൊണ്ട് ഖബറിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. പക്ഷെ ഒരൊറ്റൊരു ഡിമാൻഡേ ഉള്ളൂ, നിങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോളൂ, ഞാൻ രക്ഷപ്പെടുത്താം. ഇത് വാഗ്ദാനല്ലേ? ഇത് ഓതിയ ധൈര്യമായിട്ട് ഖബറിലേക്ക് പോയിക്കൂടെ? എന്തിനെ പേടിക്കണം? ഇത് ധൈര്യം ഓതിയാൽ. ഇന്ന് വരെ ഓതാത്ത ആളുകളാണെങ്കിൽ ഇന്നു മുതലെങ്കിലും ഇത് ഓതാൻ തുടങ്ങണം. നിങ്ങൾ ഓതിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, നിങ്ങളുടെ മക്കളോട് പറയണം, ഞാൻ എന്റെ 11 വയസ്സിന് മുമ്പേ ഞാനിത് ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മദ്രസയിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസമല്ല, അത് ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും കിട്ടിയ ശീലമാണ്. കോളേജിൽ നിന്ന് കിട്ടിയതല്ല, ദാർഹുദയിൽ നിന്ന് കിട്ടിയതല്ല. എവിടെ നിന്ന് കിട്ടിയതാ? ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും കിട്ടിയതാണ്. അതെങ്ങനെ കിട്ടി? ഞാൻ അറിയുന്ന കാലം മുതൽ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ എന്റെ ജ്യേഷ്ഠന്മാർ, എന്റെ ജ്യേഷ്ഠത്തിമാർ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ ഒരു ടേബിളിന്റെ മുന്നിലിരുന്നിട്ട് ഇശാ നിസ്കാരം വരെ ഓതുന്നതും പഠിക്കുന്നതുമാണ് ഞാൻ കണ്ടു വളർന്നത്. ഓതാൻ ഏതുവരെ? ഇശാ വരെ ഓതാൻ. ഇന്നും അതേ സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ടി വി വന്നതോടുകൂടി ഈ സിസ്റ്റം മാറി. ടിവിയിലേക്ക് ഉമ്മയും മാറി, ഉപ്പയും മാറി, മക്കളും മാറി, എല്ലാം പോയി. മുൽക്കില്ല, അതോടെ ഖബർ ആഖിറം നഷ്ടപ്പെട്ടു. വാഖിഅയില്ല, അതോടെ ദുനിയാവും നഷ്ടപ്പെട്ടു. തിരിച്ചു വരണം നമ്മൾ ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണം. ദുനിയാവും ആഖിറവും നമ്മൾക്ക് വിജയത്തിലാക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ത് വേണം? ഉമ്മയും ഉപ്പയും ഒരുമിച്ചിരുന്നിട്ട്, ഗൾഫിൽ ഫാമിലിയാണ്, എന്നാൽ മഗ്രിബിന് ശേഷം വീട്ടിലെത്തിയാല്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 9 മണി വരെ ഡ്യൂട്ടിയാണ്, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയും മക്കൾ ഒന്നിച്ചിരുന്നിട്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യും. ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ഓതിയാൽ പിന്നെ മരണം വരെ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റൂല. 21 സൈക്കോളജിസ്റ്റ് പറയുന്ന വിഷയമാണ്, മനഃശാസ്ത്രം പറയുന്ന വിഷയം. ഏത് വിഷയമാണെങ്കിലും ഒരു 21 ദിവസം കണ്ടിന്യൂ ചെയ്താൽ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റൂല എന്നാണ്. ഓതിക്കൂടെ? ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. ഉറപ്പാണ്, ഇതിൽ ഡൗട്ടില്ല. കാരണം ഇത് നബിത്തങ്ങൾ പറഞ്ഞതാണ്. സമസ്ത പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സംശയിക്കുക. സമസ്ത പറഞ്ഞാൽ ആർക്കും സംശയമില്ല, അത് വേറെ വിഷയമാണ്. ഏത് വിഷയത്തിലും അവസാനം അവിടെ എത്താം. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ നമ്മൾക്കതിൽ നോ ഡൗട്ട്, ഒരു സംശയവുമില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നെ എപ്പോഴൊക്കെയാണ് ഓർക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ നിങ്ങളെയും ഓർക്കാമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടാണല്ലോ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നത്. അവിടെ രക്ഷപ്പെടുന്ന ആർക്കെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? മത്സ്യം നമ്മൾ കൊണ്ടുപോയി, മത്സ്യം വിഴുങ്ങി കൊണ്ടുപോവാൻ, എവിടേക്ക്? കടലിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവാൻ ആരെങ്കിലും പ്രതീക്ഷിച്ചു അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടും? അങ്ങനെ പോയാൽ നമ്മൾക്ക് രക്ഷ ഉണ്ടാകുന്ന ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? പക്ഷേ അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു രക്ഷപ്പെടുത്തും, അതുറപ്പാണ്. അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതിൽ യാതൊരു സംശയമില്ല. അതാണ് അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല നമ്മോട് പറഞ്ഞു തരുന്നത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അൻ ലൻ നഖ്ദിറ അലൈഹി فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ഒരാളും രക്ഷപ്പെടുത്താനില്ലാത്ത, ഒരാളും സഹായിക്കാനില്ലാത്ത ലോകത്ത് നിന്നാണ് സർവശക്തനായ ജഗന്നിയന്താവായ അല്ലാഹുവിനെ വിളിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് വിളിച്ചപ്പോഴേക്കും അല്ലാഹു തആല ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. യൂനുസ് നബിയെ മാത്രമല്ല, അതുപോലെ അല്ലാഹുവിനെ എവിടെ വെച്ചോർത്താലും അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് വാഗ്ദാനം നൽകുകയാണ്. മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനമുണ്ട്, അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന്. ടെൻഷനേ വേണ്ട. നമ്മുടെ ജോലിയിലൊക്കെ അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടെങ്കിലോ അല്ലാഹുവിന്റെ സഹായം എന്നും നമ്മളിൽ ഉണ്ടാവും. നമ്മുടെ മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായിരുന്ന മഹാനായ കോയക്കുട്ടി ഉസ്താദ്